സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫീൽ ഗുഡ് സിനിമകളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള വയലൻസും മറ്റും നിറഞ്ഞ വാർത്തകളൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ മൂടൊക്കെ മാറിയിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇത്തരം സിനിമകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തന്നിരിക്കും, അല്ലെങ്കിൽ തന്നേക്കാം. അതുകൊണ്ടാണ് ഫീൽ ഗുഡ് സിനിമകൾ കുറച്ച് ദിവസങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ദ ബ്ലൈൻഡ് സൈഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും 2009 ഇറങ്ങിയ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞവരായിരിക്കാം. കാണാത്തവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. മയക്കുമരുന്നിന്റെ അടിമയായിരിക്കുകയാണ് നമ്മുടെ നായകന്റെ അമ്മ, നമ്മുടെ നായകന്റെ യഥാർത്ഥ അമ്മ. സഹോദരങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ആരെയും നമ്മുടെ നായകനെ കാണാൻ പോലും പറ്റിയിട്ടില്ല. കയറി കിടക്കാൻ ഒരു നല്ല സ്ഥലം പോലും ഇല്ല. എന്താ പറയാ, സ്വന്തമായിട്ടൊരു കട്ടിൽ പോലും ഇല്ല. അങ്ങനെ ഒരു അനാഥപ്രദത്തെ പോലെ വളഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നമ്മുടെ നായകനെ സ്കൂളിൽ വെച്ച് ഒരു ധനികയായ സ്ത്രീ കാണുന്നതും പിന്നീട് അവനോട് സഹതാപം തോന്നിയിട്ട് അവനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും പിന്നീടുള്ള സംഭവങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ചിത്രത്തിന്റെ കഥയിലേക്കോ പ്ലോട്ടിലേക്കോ ഒന്നും വരുന്നില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ആസ്വാദനത്തെ തീർച്ചയായിട്ടും ബാധിക്കും. ഒന്നും അറിയാതെ ഈ ഒരു ചിത്രം കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമ്മൾ പറയില്ല ഇങ്ങനെ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന സിനിമ, അങ്ങനത്തെ ഒരു സിനിമയാണ് ദ ബ്ലൈൻഡ് സൈഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ചിത്രത്തിലും ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വെറും ഒരു ഫീൽ ഗുഡ് സിനിമ മാത്രമല്ല, ഒരു മോട്ടിവേഷൻ സിനിമ കൂടിയാണ് ഇത്. ജീവിതത്തിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ തോൽക്കാൻ മനസ്സില്ലാതെ അതിനെ നേരിടാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ആ ഒരു നേരിടൽ വിജയത്തിലെത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നതാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെയും അവരുടേതായ ഭാഗങ്ങൾ മികച്ചതാക്കിയപ്പോൾ നമുക്കും ആ ഒരു ഫീല് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത്തരം ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകും ഇങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പണം ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണവും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട കാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ചിത്രം നിങ്ങളെ നിരാശരാക്കാൻ വഴിയില്ല. കുറച്ച് നാളത്തേക്ക് വയലൻസും ആക്ഷനും ഇൻവെസ്റ്റിഗേഷനും ത്രില്ലറും പോലുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നാൾ ഫീൽ ഗുഡ് സിനിമകളൊന്ന് കണ്ടു നോക്കുക. ഒരുപക്ഷെ ചിത്രം നമ്മളിൽ ഒത്തിരിയേറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മളിൽ ഒത്തിരിയേറെ പേർക്ക് മോട്ടിവേഷൻ ആവുന്നതുമായ ചിത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.